ആണുങ്ങൾക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയായി. സീനിയർ ആയിട്ടുള്ള റോജിൻ ഈ തരത്തിൽ എന്നോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട്, എന്നിട്ട് ആ മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ പുറത്തു പറയാതിരിക്കുന്നത്. എനിക്ക് ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടോ ആയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ടോ ഒന്നും ഞാൻ പോയി പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ ചിരിക്കും കവി. എനിക്ക് ഡയറക്റ്റ് അറിയാവുന്നൊരു ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹത്തെ പോകുന്നു. അവർ എന്താ പറയുക, സ്വന്തം ഫാമിലിയെ പോലും നോക്കാതെ ഭാര്യയും ഭർത്താവും അത്ര അടിച്ചു പൊളിച്ച് ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നൊരു ദിവസം കൊണ്ടുവന്ന് വൈഫ് കൊണ്ടുവന്ന് ഈ ഹസ്ബൻഡിനെതിരെ ഗാർഹിക പീഡനവും ഹസ്ബൻഡ് വേറെ കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് കേസം കൊടുത്തേക്കുക. ഫാമിലിയിലുള്ളവർ മുഴുവൻ ഞെട്ടി. കാരണം കാരണം അവരത്രയും ഹാപ്പി ആയിരുന്നല്ലോ. എന്താ ശരിക്കും നടന്നത്. പക്ഷെ ഇത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അതിലുണ്ടാവും. പിന്നെ അത് ഉണ്ടാവാതെ, കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫാമിലി ആയിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ എന്നിട്ട് ഈ പറയുന്ന ഹസ്ബൻഡ് ജയിൽ ശിക്ഷയെല്ലാം അനുഭവിച്ച് പുറത്ത് വന്ന് അവിടെ കിടന്ന്, അതായത് നാട്ടുകാരെയൊക്കെ ഫേസ് ചെയ്താ എങ്ങനെയുണ്ട് കേസ്, കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു. ആ കളിയാക്കലും നേരിട്ട് അവൻ അവിടെ ഇന്ന് ജോലി ചെയ്ത് അവൻ നല്ല രീതിയിൽ അങ്ങോട്ട് ജീവിച്ചങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഈ പറയുന്ന വൈഫ് ഇത് ഡിവോഴ്സ് ചെയ്തിട്ട് ജീവനാംശം മേടിച്ച് അടുത്തതങ്ങ് കെട്ടി. ഇപ്പോഴും ആ ചെറുക്കൻ ആ മോശമായിട്ട് ആ പെണ്ണിനെ അതായത് അവൻ പിന്നെ ഏതൊരു പെണ്ണിനോട് എടുത്താലും അവനോട് വലുതായിട്ട് അടുക്കണ്ട കേട്ടോ. അവന് മറ്റേ അവൻ അതുവരെ ജീവിച്ചതൊന്നുമില്ല, അവൻ അതുവരെ കഷ്ടപ്പെട്ടതുമില്ല, ഒന്നുമില്ല. ഒരു നിമിഷം വന്ന് കൊടുത്തു. ഇതൊരു പുരുഷൻ പോയിട്ട് പരാതി കൊടുക്കണേ ഇതൊന്നും കാണൂല, പോലീസ് സ്റ്റേഷനിൽ കേസ് പോലും എടുക്കൂല. ആക്രമിക്കപ്പെടുന്ന പുരുഷവർഗം കൂട്ടം ചേർന്ന് ചെന്നായകളെ പോലെ എന്താ പറയാ അങ്ങ് നശിപ്പിച്ച് കളയാ. ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ പുരുഷന്മാരെ ആക്രമിക്കുന്നതിൽ മുൻകൈ എടുക്കുന്നത് പുരുഷന്മാരും കൂടിയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇര എന്ന് പറയപ്പെടുന്നത് സ്ത്രീയാ. അപ്പോൾ ഈ സ്ത്രീക്ക് വട്ടം നിൽക്കാൻ പറ്റില്ല. അതായത് സ്ത്രീ അങ്ങനെ ചെയ്തില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇതൊന്നും പുരുഷന് അഭിപ്രായം പറയാൻ പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പുരുഷൻ ആ പുരുഷൻ തെറ്റുകാരനല്ല, അല്ലെങ്കിൽ ആ പുരുഷൻ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൂട്ടം ചേർന്ന് ആക്രമിക്കണോ, ഇത് ഈ പറയുന്ന ഈ സമൂഹപരമായി ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് ഒരു പുരുഷന് മുൻപ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭയങ്കര മോശപ്പെട്ടവനായിട്ട് മാറും. മനസ്സിലായോ? ഇത് എന്തുകൊണ്ട് അത് പറയാൻ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരിക്കലും എൻ്റെ പേരിൽ ഈ സാധനം വരാം എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. മനസ്സിലായോ? ഏതൊരു പുരുഷൻ്റെ പേരിലും ഒരു സ്ത്രീ ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി, ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി, ഈ പറയുന്ന അലിഗേഷനും ഈ നാണക്കേടും കുടുംബപരമായിട്ടും കുടുംബത്തിലുള്ള എല്ലാവരും തൂങ്ങിച്ചാവുന്ന അവസ്ഥയിലോട്ട് എത്തേണ്ടി വരും. ഇത് വലിയൊരു പ്രിവിലേജാണ്. ഞാൻ പറയട്ടെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. അല്ലാത്ത പക്ഷം ഒരു പുരുഷൻ ഒരു സാധനം ചെയ്തു എന്ന് പറഞ്ഞു എന്ന് പറയപ്പെട്ടിട്ട് അതൊരു പരാതി പോലും പോവാതെ നേരെ മീഡിയയുടെ മുന്നിൽ പോയി ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് വലിയൊരു ഇമോഷണൽ ഡാമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് മൊത്തം അടിച്ച് നശിപ്പിച്ച് കളയുന്ന പ്രവണത ഉണ്ടല്ലോ, എനിക്ക് ഒരു തരത്തിൽ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? കോടതിയിലെത്തി തെളിവുകൾ നിരത്തി കഴിഞ്ഞ് ശിക്ഷ പറയട്ടെ, കോടതി കുറ്റവാളിയിൽ നിന്ന് തെളിയിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇത് ആഘോഷിക്കാം. അല്ലാത്ത പക്ഷം ഇപ്പം ഈ കാണുന്ന പ്രവണത കേരളത്തിലുള്ള എല്ലാ പുരുഷന്മാരും ഉൾപ്പെടെ പറയുന്നത്, ഇപ്പോൾ ഈ കാണുന്ന പ്രവണത നിർത്തിയില്ലെങ്കിൽ നാളെ ഒരിക്കൽ ഈ പറയുന്ന ആളുകൾക്ക് പകരം നമ്മളിൽ ഓരോരുത്തരുമായിരിക്കും. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. ഞാൻ പറയുന്നത് സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കുകയോ മോശമായിട്ട് പെരുമാറുകയോ അത് അവർ കേസുമായി മുന്നോട്ട് പോയിട്ട് അത് തെളിയിക്കാത്ത പക്ഷം വരെ നമ്മൾ ഈ പറയുന്ന ആ ഒരു പുരുഷ സമൂഹത്തെ ഇത്രയും ആക്ഷേപിച്ച് അവൻ്റെ കുടുംബം വരെ നശിപ്പിച്ച് കളയുന്ന പ്രവണത നമ്മൾ പുരുഷന്മാർക്കും ഭയങ്കര രസകരമാണ്. ഈ പറയുന്ന പുരുഷന്മാരുടെ വിരോധമുള്ള ഈ സ്ത്രീ പക്ഷം ആളുകൾക്കും ഇത് ഭയങ്കര രസകരമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ റോജിനെ ഈ കാര്യത്തിൽ തികച്ചും റോജിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയേ ചെയ്യത്തുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും ഈ തരത്തിൽ അതായത് ഒരു ഫേക്ക് അലിഗേഷൻ ഉണ്ടാക്കി അവനെ അങ്ങ് നശിപ്പിച്ച് കളയണം ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നതിനോട് ഭയങ്കര എതിർപ്പുള്ള ഒരാളാണ്. സത്യം ചോദിക്കട്ടെ, ശരിക്കും പറ്റൂലേ? അത് പറ്റും. എനിക്കിപ്പം റോജിനോട് ഇപ്പം വർക്ക് പ്ലേസിൽ വെച്ച് നമ്മൾ തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നമൊന്നും ഞാൻ തന്നെ വിചാരിച്ചു. പക്ഷെ റോജിന് അങ്ങ് കയറി പോവുക, എനിക്കിത് പറ്റണില്ല എത്ര ശ്രമിച്ചിട്ടും. ഞാൻ പോയി പുറത്തു പോയി അങ്ങ് പറയുക, ഒരു ലൈവ് അങ്ങ് ഇടുക, എനിക്ക് വർക്ക് പ്ലേസിൽ ഭയങ്കര പ്രഷറാണ്. അത് കാരണം വേറെ ഒന്നുമല്ല, അവിടുത്തെ സീനിയർ ആയിട്ടുള്ള റോജിൻ ഈ തരത്തിൽ എന്നോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട്, എന്നിട്ട് ആ മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ പുറത്തു പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വർക്ക് പ്ലേസിൽ എന്നെ അടിച്ചതാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഞാൻ ലൈവ് ഇട്ടാൽ മതി, തീർന്നു. അവിടെ തെളിവെന്താ ഉള്ളത്? ഞാൻ പറഞ്ഞാൽ മതി. അത് ആരെങ്കിലും ചെയ്യുമോ?
ആരെങ്കിലും കാണാൻ എൻ്റെ അടുത്ത് സമീപിക്കുമെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തീർന്ന്, അവിടെ തീർന്ന്. അതിനെ ഒരിക്കലും, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു നിയന്ത്രണം വരാൻ പറ്റില്ല, പക്ഷേ ആ കാര്യത്തിൽ നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ള കാര്യം എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നിട്ട്. ഇപ്പോൾ അലിഗേഷൻസ് വരുന്ന സമയത്ത് ഇപ്പോൾ കുറച്ചൊക്കെ മാധ്യമങ്ങൾ അതിനകത്ത് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ലേഡീസിൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ പുറത്ത് വിടില്ല, ഫോട്ടോസ് വിടില്ല. ആമ്പിള്ളേരുടേതാണെങ്കിൽ മറ്റേ കളിയൊക്കെ ട്രോളി വരെ പറയും, എന്താ ചെടിച്ചട്ടിയുടെ നിറം വരെ അവന്മാർ കൊടുക്കൂന്ന് പറയും. അത് മാറ്റി ഓക്കെ, ഇത് തെളിയിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ വ്യക്തി വിവരങ്ങൾ പുറത്തു വിടൂ എന്നൊരു സ്റ്റാൻഡ്. ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഒരു സ്ത്രീ പരാതി കൊടുത്തു, അത് പരാതി തന്നെ ആയിട്ടിരിക്കട്ടെ, ഈ ആഘോഷിക്കുന്ന പരിപാടി നിർത്തണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പെൺകുട്ടി ഇപ്പൊ കാവ്യ വന്ന് ഏതൊരു പുരുഷനെതിരെ ഒരു ഫേക്ക് ഒരു അലിഗേഷൻ കൊടുത്തു. കാവ്യയുടെ വീട്ടിൽ അച്ഛനുണ്ട്, ഭർത്താവുണ്ട്, വളർന്നു വരുന്ന മക്കളുണ്ട്. ഈ സാധനം തിരിച്ച് നാളൊരിക്കലും സ്ത്രീ ചെയ്യുമ്പോഴാണ് കാവ്യക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ സാധനവും മറ്റു സ്ത്രീകൾക്കും നിങ്ങളുടെ വീട്ടിൽ കയറി, കുടുംബത്തിൽ കയറി ഭർത്താവിനും അച്ഛനും സഹോദരങ്ങൾക്കും മക്കൾക്കും എതിരെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയുന്ന ഒരു പരിധി വരെ അതിനെ ആഘോഷിക്കപ്പെടാതിരിക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും. ശരിക്കും ആണിന് വേണ്ടി സംസാരിക്കാനും ആൾക്കാർ വേണം. നേരത്തെയൊക്കെ പെണ്ണിന് വേണ്ടി സംസാരിക്കണം, പെണ്ണിന് വേണ്ടി സംസാരിക്കാൻ ഒരു സംഘടനയുണ്ടോ? ഇത് ആണുങ്ങൾ ഇങ്ങനെ ചെയ്യും, ആണുങ്ങൾ ഇങ്ങനെ പെരുമാറും, ആണുങ്ങൾ ഇങ്ങനെ മറ്റേ സെക്ഷൻ മൂത്തിരിക്കുക എന്ന് പറയുന്ന ഒരു ടോക്ക് ഉണ്ടല്ലോ. ഇത് പൊതുവേ എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. വനിതകൾക്ക് വേണ്ടി വനിതാ സംഘടന, കാര്യങ്ങളെല്ലാം ഉണ്ട്, മഹിളാ സംഘടന, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുരുഷന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? അത് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഇന്ന് വരെ പുരുഷന്മാർക്ക് വേണ്ടി ഒരു സംഘടന ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. സംഘടനകളുണ്ട്, വലിയ ഗുണമില്ല. സ്ത്രീ ശാക്തീകരണം നമ്മളിങ്ങനെ കെയറും പാമ്പറിങ്ങും കൊടുത്തുകൊണ്ടേയിരുന്ന ഈ നമ്മുടെ ഈ ഭൂമി ഉള്ള സമയം വരെ ഇവിടെ വരെ നമ്മൾ ഇത് സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. തുല്യത എന്നത് വേണം, അത് ഒരുപോലെ തന്നെ കിട്ടിക്കോട്ടെ. ഇതിപ്പില്ലേ ആണുങ്ങൾക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയായി. അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന ആഘോഷിക്കപ്പെടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് പുരുഷന്മാരിങ്ങനെ വേദനിച്ച് സങ്കടപ്പെട്ട് നരകിച്ച് അങ്ങ് ഇരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ആ സമൂഹത്തിൽ പുരുഷന്മാരും കൂടി ഉണ്ടെന്ന് ആഗ്രഹിക്കണം, മനസ്സിലായോ? ഒന്നെങ്കിൽ അവൻ ഇത്രയും വളർന്ന് അവനൊക്കെ ഇത്ര സമ്പാദിച്ചില്ലേ, ഇനി അവൻ കുറച്ച് അങ്ങനെ അനുഭവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന പുരുഷവർഗം കൂടി ഉണ്ട്, മനസ്സിലായോ? ഇത് നാളെ ഒരിക്കലും ആരുടെ പേരിലും വേണ്ടി വരാൻ കാവ്യേ, മനസ്സിലായി? ഇത് വലിയൊരു അപകടമാണ് ഈ സാധനം. ഇത് പക്ഷേ സ്ത്രീകൾക്കിടയിലും ഉണ്ട്. സ്ത്രീകൾക്കിടയിൽ ഇപ്പോൾ ഒരു ഫേക്ക് അലിഗേഷൻ കാണാൻ ഒരു പെണ്ണിന് നേരെ വരികയാണെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ, സത്യം പറഞ്ഞാൽ അത് പുരുഷന്മാരുടെ മാത്രമല്ല സ്ത്രീകൾക്കിടയിലും ഉണ്ട്. പക്ഷെ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത് ഇതുപോലുള്ള ഫേക്ക് അലിഗേഷൻസ്. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലല്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഈ തരത്തിലൊരു കേസ് വന്നെന്ന് പബ്ലിക്കിൽ നിന്ന് പറയാൻ ഏത് പെണ്ണും പിടിക്കും, പേടിയാ, നാണക്കേടാന്നുള്ള കാര്യം. ഇപ്പൊ അതെന്തോ ഒരു അഭിമാനം കണക്കായിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മീഡിയ ഉണ്ട്, എനിക്ക് നിയമമുണ്ട്, സംഘടനകളുണ്ട്, ഞാൻ പെണ്ണാണ്. അതായത് ഇപ്പൊ ഫേക്ക് അലിഗേഷൻ ആണ്, ഇപ്പൊ ഒറിജിനൽ ആണെങ്കിൽ ഓക്കെ, നമ്മൾ കൂടെ നിന്നേ പറ്റൂ. പക്ഷെ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിൽ ശരിക്കും ഇത്തരത്തിലുള്ള അനുഭവിക്കുന്ന സ്ത്രീകൾ പുറത്തു വരുന്നില്ല. മാത്രമല്ല പുറത്തു വരാൻ പറ്റുന്നില്ല. ഇപ്പൊ എവിടെയെങ്കിലും ജോലിക്ക് പോയെന്ന് വെക്കി, പെണ്ണുങ്ങൾക്ക് ഭയങ്കര പരിഗണനയാണ്. ആണ്. അവള് വീട്ടിൽ നിന്ന് വരുന്നു, അവൾക്ക് ജോലിയുണ്ട്, അപ്പൊ വേണമെങ്കിൽ വൈകി വന്നോട്ടെ, നമുക്ക് വഴക്ക് പറയണ്ട, ഫയറിംഗ്, എല്ലാം പെണ്ണുങ്ങൾക്ക് കുറവാ. നിങ്ങൾ എന്തോ വിചാരിക്കുന്നേ, പുരുഷന്മാര് പീഡനത്തിന് ഇരയാവുന്നില്ല എന്നാണോ? അതല്ലേ പറഞ്ഞത്. അപ്പൊ ഇപ്പോഴത്തെ സൈഡില് കേരളത്തിലല്ല, ഇന്ത്യയില് സ്ത്രീകളല്ല സുരക്ഷിതരല്ലാത്തവര്, അറിയാമോ? പുരുഷന്മാരല്ല, കുട്ടികളാണ്. നമ്മുടെ ഇന്ത്യയിൽ കുട്ടികൾ സുരക്ഷിതരല്ല, മനസ്സിലായോ? നേരത്തെ പറഞ്ഞില്ലേ മറ്റൊരു പയ്യൻ രഞ്ജിത്തിന് നേരെ വന്നപ്പോ ചിരി വന്നു പറഞ്ഞു. ഇതേ ചിരിയാണ് ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ഭാഗത്തുനിന്ന് വർക്ക് പ്ലേസിൽ ഫ്രസ്ട്രേഷൻ മുത്തുന്ന സ്ത്രീകളുണ്ട്. വർക്ക് പ്ലേസിൽ പുരുഷന്മാരെ തെറി പറഞ്ഞ് ചീത്ത പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കുന്ന എത്ര സ്ത്രീകളുണ്ടെന്ന് അറിയാമോ? എത്ര സ്ഥാപനങ്ങളിൽ. പുരുഷന്മാർക്ക് മിണ്ടാൻ പറ്റില്ല. എന്താ കാര്യം അറിയാമോ? ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളുടെ മുഖത്ത് ചിരി വന്നു, ഈ ചിരി വരും. എനിക്ക് ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടോ സെക്ഷുവലി ആയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ടോ എന്ന് ഞാൻ പോയി പറഞ്ഞാൽ എന്റെ വീട്ടുകാർ ചിരിക്കും, കവി എന്റെ കൂട്ടുകാർ ചിരിക്കും, മനസ്സിലായോ? എന്റെ നാട്ടുകാർ ചിരിക്കും. നീ ആണല്ലേ, നീ മറ്റേ സാധനം ചിന്തിക്കും. ഇത് എന്തു ആണും പെണ്ണൊന്നുമില്ല, നമ്മുടെ എല്ലാവരുടെ ഇമോഷൻ സെയിമാ. നമുക്ക് എല്ലാവർക്കും ചെറിയ പെയിനോ വലിയ പെയിനോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പെയിനാണ് എല്ലാവർക്കും, മനസ്സിലായോ? അപ്പോൾ ഈ ഇത്തരത്തിലുള്ള തരംതിരിവുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം പറയുന്നത്. ആഘോഷിക്കപ്പെടരുത്, അത് സ്ത്രീകളെയും ആഘോഷിക്കപ്പെടരുത്, പുരുഷന്മാരെയും ആഘോഷിക്കപ്പെടരുത്. പരാതി ഉണ്ടോ അത് കൃത്യമായി രഹസ്യമായി പരാതി അന്വേഷിക്കട്ടെ. അന്വേഷിച്ചതിന് ശേഷം ഫോട്ടോസും വീഡിയോസും കുടുംബവും എല്ലാം സോഷ്യൽ മീഡിയയിൽ എടുത്തിടട്ടെ. അതല്ലാത്ത പക്ഷം അവരുടെ ഫാമിലി എന്തോരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എല്ലാവരും. ഇപ്പൊ നമ്മൾ തന്നെ പറയുന്നില്ല അവന് ഇത്രയും നല്ല ഭാര്യയില്ലേ, എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇത്
ശരിയായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പലരും അവരുടെ ഫാമിലിനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ലോ ഇല്ലേ, ഈ പെണ്ണുങ്ങള് ഇപ്പം അവരുടെ ഇപ്പം സ്വന്തം ഇഷ്ടം, രണ്ടുപേരുടെയും പരസ്പര ഇഷ്ടത്തോടു കൂടി തന്നെ അവിടെ ഇവിടെയും പോയി ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഒരു കുറെ നാള് കഴിയുമ്പം എന്തെങ്കിലും വിരോധം വന്നു കഴിഞ്ഞാൽ നേരെ പീഡിപ്പിച്ചു. അത് നൽകിയ സമയത്ത് പീഡിപ്പിച്ച സമയത്ത് ആ ഒരു പരാതി എടുത്ത് കളഞ്ഞാലുണ്ടല്ലോ 80% സാധനം ഇവിടെ കാണത്തില്ല, കേസ് കാണത്തില്ല. കാരണം എന്ന് വെച്ചാല് ഞാനിപ്പോ പറയാം, ഞാനൊരു റിലേഷനിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൺപിള്ളേരും പറയും അവരുടെ ഇന്റൻഷൻസ് എന്താണ് എന്ന് പറയാം. കാരണം വെറുതെ ഒരു അനാവശ്യമായ പ്രശ്നത്തിലേക്ക് പോകണ്ടെന്ന് കരുതി ഭൂരിഭാഗം ആൺപിള്ളേരും അവരുടെ ഇന്റൻഷൻസ് പറയുന്നത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, ഇമോഷണലി കണക്റ്റഡ് ആണ്. ഇല്ല ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞാലും നാളെ അവൻ മാറ്റി പറഞ്ഞാലും നാളെ അവൻ എന്നെ കൂടെ കൂട്ടിയാലും അതുകൊണ്ടില്ല ഒരു കുഴപ്പമില്ല, നീ അങ്ങനെയാണോ, ഓക്കേടാ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യത്തിനും കൂടെ. അതായത് ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോവാം, ഒരു ഫിസിക്കൽ റിലേഷൻ ആയിട്ട് പോവാം, എനിക്കും താല്പര്യമില്ല കല്യാണം കഴിക്കാൻ, നിനക്ക് താല്പര്യം, നമുക്ക് ഇങ്ങനെ പോവാം. പിന്നീട് അങ്ങ് ചേഞ്ച് ആവും. അതെ, പിന്നെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഇമോഷണലി കണക്റ്റഡ് ആവും. പക്ഷെ ആൺപിള്ളേരെ സംബന്ധിച്ച് എന്താണ്, അവർ ലോജിക്കലി ചിന്തിച്ച് പോവാണ്, ഓക്കെ ഇതെനിക്ക് ശരിയാവില്ല അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവാ. സമയം ഈ പെണ്ണ് അങ്ങ് ഇമോഷണലി കണക്റ്റഡ് ആവും. അപ്പോഴത്തേക്ക് പതുക്കെ നൈസായിട്ട് പറയും നമുക്കൊന്ന് ചിന്തിച്ചു തുടങ്ങിയല്ലോ. അപ്പം ചെറുക്കൻ്റെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക ഒക്കെ ആണെങ്കിൽ അവൻ എന്നെ ചതിച്ചു, അവന്റെ കൂടെ ഞാൻ എന്തെല്ലാം വിശ്വസിച്ചാ കൂടെ നിന്നത്, അവൻ ഞാൻ കൊടുത്തു. അന്നേരം ഈ പെണ്ണിരുന്ന് ചിന്തിക്കുന്ന മൊത്തം എന്താ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് അവൻ എൻ്റെ അടുത്ത് ഒരു മാറ്റവും ഇല്ലേ, പക്ഷെ എനിക്ക് എന്ത് സ്നേഹം അവനോട്. അത് ആദ്യം ഒന്ന് നൈസായിട്ട് പറഞ്ഞു തുടങ്ങും, പിന്നെ അത് കരച്ചിലാവും, കരച്ചിലങ്ങോട്ട് പതുക്കെ അതൊക്കെ ദേഷ്യമാവും. ആ ദേഷ്യം മൂത്ത് നിൽക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആണിന് ചെയ്യാൻ പറ്റുമോ? എത്ര പെണ്ണുങ്ങൾ ആണുങ്ങളെ പറ്റിക്കുന്നില്ലേ? വിവാഹ വാഗ്ദാനം നൽകിയത് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ പോലീസുകാർ ഓൾറെഡി കോംപ്രമൈസ് അടിപ്പിക്കും, മനസ്സിലായി, നീ കെട്ടിക്കോ, കെട്ടിയില്ലെങ്കിൽ സീനാവും, ഇതല്ലേ. എന്നിട്ട് അവസാനം ഈ പെൺകുട്ടി തന്നെ പറയും, അത് എനിക്ക് നിന്നെ പിരിയാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എനിക്ക് നിന്നെ കിട്ടണം, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, അതിന് വേണ്ടിയിട്ടാന്ന് പറയും. സിമ്പിൾ. പക്ഷെ അല്ല, ഇത് നേരെ മറിച്ച് എത്ര പെണ്ണുങ്ങളെ എത്ര ആണുങ്ങളെ പറ്റിക്കുന്നുണ്ട്. ആണുങ്ങൾക്ക് ഇങ്ങനെ കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? എന്റെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറഞ്ഞ് ചേട്ടൻ എന്റെ പേര് കേസ് കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആത്മഹത്യ നിരക്ക് വർദ്ധിച്ചിരിക്കുന്നത്. എത്ര പയ്യന്മാർ ആത്മഹത്യ. ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ആയിരിക്കുന്നതും ഫ്രസ്ട്രേഷനോടുകൂടി നടക്കുന്നത് എന്തുകൊണ്ട് സ്ത്രീകളെക്കാട്ടിലും പുരുഷന്മാര് തന്നെയാണ്. പ്രണയബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡിങ് ചെയ്യുന്നത് പുരുഷന്മാരാണ്, ചെക്കന്മാര്, പിള്ളേരാണ്, മനസ്സിലായോ. ചെറിയ ഇൻസിഡന്റ് നമ്മൾ അവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രതികാരം വീട്ടാൻ പോകുന്ന, അപ്പോഴും പ്രതികാരം വീട്ടതിന് ശേഷം അവൻ സൂയിസൈഡ് ചെയ്യും ആ പയ്യൻ.